വെൽക്കം ബാക്ക് ടു സ്റ്റഡി ലിറ്ററേച്ചർ. ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാമെന്നുള്ള ടോപ്പിക് എന്നുള്ളത് പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിലെ ഡീകോളനൈസേഷൻ ആൻഡ് ദ എൻഡ് ഓഫ് ദ എംപയർ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നുള്ളത് പ്രോസസ്സ് ഓഫ് ഡീകോളനൈസേഷൻ എന്നുള്ളത് തുടങ്ങുന്നുള്ളത് ഏതിന് ശേഷമാണ്? വേൾഡ് വാർ സെക്കൻഡിന് ശേഷമാണ്. ആ ഒരു സമയത്ത് ഏഷ്യൻ അതുപോലെ തന്നെ ആഫ്രിക്കൻ നാഷൻസൊക്കെ യൂറോപ്യൻ പവേഴ്സായിട്ടുള്ള ബ്രിട്ടൻ, ഫ്രാൻസ്, ബെൽജിയം ഇങ്ങനെയുള്ള യൂറോപ്യൻ പവേഴ്സിൽ നിന്നും ഇൻഡിപെൻഡൻസ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും എങ്ങനെയിരുന്നാലും പൊളിറ്റിക്കൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് ഒരിക്കലും കൾച്ചറൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഫ്രീഡം ആയിട്ടല്ല മാറിയിട്ടുള്ളത്. എൻഡ് ഓഫ് എംപയർ എന്നുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് റൈസ് ചെയ്യുന്നുണ്ട് എബൌട്ട് ഐഡൻറ്റിറ്റിയെ പറ്റിയിട്ടും ലാംഗ്വേജിനെ പറ്റിയിട്ടും നാഷൻഹുഡിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ നോൺ യൂറോപ്യൻ പോയിന്റ് വ്യൂവിൽ നിന്ന് എങ്ങനെയാണ് ഹിസ്റ്ററി എഴുതിയിട്ടുള്ളത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ എൻഡ് ഓഫ് എംപയറിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് എൻഡ് ഓഫ് എംപയർ എന്നുള്ളത് ദെർഫോർ ബിക്കംസ് ബോത്ത് എ പൊളിറ്റിക്കൽ ഇവൻ്റ് ആണ്. ഈ ഒരു എൻഡ് ഓഫ് എംപയർ എന്നുള്ളത് അതുപോലെ തന്നെ കൾച്ചറൽ അവേക്കനിങ് ആണ്, സാംസ്കാരിക ഉണർവുമാണ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഇവൻറ്റും ആണ്. കീ തീംസ് എന്നുള്ളത് പോസ്റ്റ് കൊളോണിയൽ ടെക്സ്റ്റ് എന്നുള്ളത് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഡീകോളനൈസേഷൻ പലപ്പോഴും ഡീൽ ചെയ്യുന്നുള്ളത് നാഷണലിസം ആൻഡ് ഫ്രീഡം, ഇൻഡിപെൻഡൻസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആൻറ്റി കൊളോണിയൽ റിവല്യൂഷൻസ്, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ളത് ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വെസ്റ്റേൺ അതുപോലെ തന്നെ നേറ്റീവ് കൾച്ചേഴ്സ്, വെസ്റ്റേൺ കൾച്ചേഴ്സും നേറ്റീവ് കൾച്ചേഴ്സൊക്കെ അവർ ക്യാച്ച് ചെയ്യുന്നുണ്ട്. ലാംഗ്വേജ് ആൻഡ് പവർ, കൊളോണിയൽ ലാംഗ്വേജസ് ജനങ്ങൾ റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൾച്ചറൽ റീബർത്ത്, ജനങ്ങൾ അവരുടെ സ്വന്തം നാട്ടിലുള്ള ട്രഡീഷൻസും ബിലീഫ്സൊക്കെ വീണ്ടും കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഈ ഒരു കൾച്ചറൽ റീബർത്തിലൂടെ പറയുന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് മേജർ റൈറ്റേഴ്സ് ആൻഡ് ടെക്സ്റ്റ്. ചിന്ന അച്ചേബേൻ്റെ തിങ്സ് ഫാൾ അപ്പാർട്ടിൽ ചിത്രീകരിക്കുന്നുള്ളത് കൊളോണിയൽ റൂളിൻ്റെ അറൈവലും അതുപോലെ തന്നെ ഇഗ്ബോ സൊസൈറ്റിൻ്റെ ഡിസ്ട്രക്ഷനാണ്. ഈ ഒരു കൊളോണിയൽ റൂൾ വന്നതോടുകൂടി ഇഗ്ബോ സൊസൈറ്റിക്ക് ഉണ്ടായ നാശങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു വർക്കിലൂടെ ചിത്രീകരിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഡീകോളനൈസേഷൻ്റെ ബിഗിനിങ് സ്റ്റോറി ടെല്ലിങ്ങിലൂടെ റിപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കൊളനൈസറായിട്ടുള്ള ആൾക്കാർക്ക് വോയിസ് നൽകുന്നതിനെ പറ്റിയിട്ടും ഈ ഒരു വർക്കിൽ റിപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അച്ചേബേൻ്റെ ലാറ്റർ എസ്സേസ് ആയിട്ടുള്ള ദ ആഫ്രിക്കൻ റൈറ്റർ ആൻഡ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ പറയുന്നുള്ളത് ആ ഒരു വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത് യൂസിങ് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ നേറ്റീവ് കൾച്ചർ പ്രിസർവ് ചെയ്യുന്നതിൻ്റെയും സ്വന്തം നാട്ടിലുള്ള സ്വദേശത്തുള്ള ആ ഒരു സംസ്കാരത്തെ സംരക്ഷിക്കുന്നതിലും ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിലുള്ള അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ആ ഒരു ടെൻഷനെ പറ്റിയിട്ടാണ് അച്ചേബേൻ്റെ ഈ ഒരു ആഫ്രിക്കൻ റൈറ്റർ ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് ഗുങ്കിവ തിയാഗോൻ്റെ ഡീകോളനൈസിങ് ദ മൈൻഡ് എന്ന വർക്കിനെ പറ്റിയിട്ടാണ്. ഈ ഒരു വർക്ക് എന്നുള്ളത് കൾച്ചറൽ ഡീകോളനൈസേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് കൂടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു വർക്കിൽ വാദിക്കുന്നുള്ളത് ട്രൂ ഫ്രീഡം ആവശ്യപ്പെടുന്നുള്ളത് എന്താണ്? കൊളനൈസേഴ്സിൻ്റെ ലാംഗ്വേജ് റിജക്റ്റ് ചെയ്യുകയും നേറ്റീവ് ലാംഗ്വേജ് റീക്ലെയിം ചെയ്യുക, നേറ്റീവ് ലാംഗ്വേജിനെ വീണ്ടെടുക്കുകയും ചെയ്യുക എന്ന കാര്യമാണ് ഈ ഒരു വർക്കിലൂടെ വാദിക്കുന്നുള്ളത്. ട്രൂ ഫ്രീഡം എന്ന് പറയുന്നത് അതാണ്. ഈ ഒരു കൊളനൈസേഴ്സിൻ്റെ ലാംഗ്വേജിനെ റിജക്റ്റ് ചെയ്യുകയും നമ്മുടെ നേറ്റീവ് ലാംഗ്വേജിനെ വീണ്ടെടുക്കുകയും ചെയ്യുക എന്നതാണ് ട്രൂ ഫ്രീഡം എന്നതാണ് ഈ ഒരു വർക്കിലൂടെ വാദിക്കുന്നുള്ളത്. ഇനി സൽമാൻ റുഷ്ദീൻ്റെ മിഡ് നൈറ്റ്സ് ചിൽഡ്രൻ എന്ന വർക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർക്കിൽ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത് ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസും അതുപോലെ തന്നെ ഇന്ത്യയുടെ പേർട്ടിഷനും ഇന്ത്യയുടെ ഫ്രീഡവും അതുപോലെ തന്നെ ഇന്ത്യയുടെ വിഭജനവും ആണ് ഈ ഒരു വർക്കിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഡീകോളനൈസേഷൻ എന്നുള്ളത് ഒരിക്കലും ഒരു സിംഗിൾ ഇവൻ്റ് അല്ല, പകരം കണ്ടിന്യൂസ് ആയിട്ടുള്ള നെഗോഷ്യൻ വിത്ത് ഹിസ്റ്ററി, കണ്ടിന്യൂസ് ആയിട്ടുള്ള ചരിത്രമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ് ഈ ഒരു ഡീകോളനൈസേഷൻ എന്നാണ് ഈ ഒരു വർക്കിലൂടെ അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് ഫ്രാൻസ് ഫനോൺ എന്ന റൈറ്ററും അതുപോലെ തന്നെ ദ റച്ചർ ഓഫ് ദ എർത്ത് എന്ന അദ്ദേഹത്തിൻ്റെ വർക്കാണ് പറയുന്നുള്ളത്. ഡീകോളനൈസേഷൻ എന്നുള്ളത് ഒരിക്കലും റൂളേഴ്സിനെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, പകരം കോൺഷ്യസ്നെസ് ട്രാൻസ്ഫോം ചെയ്യുക എന്നത് കൂടിയാണ് എന്നാണ് അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ
റീഡേഴ്സിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം വാദിക്കുന്നുള്ളത് കൊളനൈസേഷൻ എന്താണ്, കൊളനൈസറായിട്ടുള്ള ആൾക്കാർക്കും കൊളനൈസറിനും മനുഷ്യത്വരഹിതമാക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അവർ ഈ ഒരു മനുഷ്യത്വത്തെ എങ്ങനെയാണ് റീസ്റ്റോർ ചെയ്യുന്നുള്ളത്, പ്രതിരോധത്തിലൂടെ മാത്രമാണ് അവർ ഈ ഒരു മനുഷ്യത്വത്തെ റീസ്റ്റോർ ചെയ്യുന്നുള്ളത്, റെസിസ്റ്റൻസിലൂടെ മാത്രമാണ് അവർ ഈ ഒരു ഹ്യൂമാനിറ്റീനെ റീസ്റ്റോർ ചെയ്യുന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ള റൈറ്റർ എഡ്വേർഡ് സെഡ് ആൻഡ് അദ്ദേഹത്തിൻ്റെ വർക്കായിട്ടുള്ള ഓറിയൻ്റലിസം. ഈ ഒരു വർക്കിൽ പറയുന്നുള്ളത് എങ്ങനെയാണ് വെസ്റ്റേൺ ടെക്സ്റ്റ് ഈസ്റ്റിനെ ഇൻഫീരിയർ ആയിട്ടും എക്സോട്ടിക് ആയിട്ടും കൺസ്ട്രക്റ്റ് ചെയ്യുന്നുള്ളത് എന്ന കാര്യമാണ് അദ്ദേഹം ഈ ഒരു വർക്കിലൂടെ എക്സ്പോസ് ചെയ്യുന്നുള്ളത്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ള റൈറ്റർ എന്നുള്ളത് ഹോമി കെ ഭാഭ. അദ്ദേഹത്തിൻ്റെ വർക്ക് എന്നുള്ളത് ദ ലൊക്കേഷൻ ഓഫ് കൾച്ചർ. ഈ ഒരു വർക്കിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് കൺസെപ്റ്റായിട്ടുള്ള ഹൈബ്രിഡിറ്റി, മിമിക്രി എന്നീ കൺസെപ്റ്റൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ദ ലൊക്കേഷൻ ഓഫ് കൾച്ചർ എന്ന വർക്കിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഷോ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് കൊളനൈസറായിട്ടുള്ള ആൾക്കാർ എംപയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, അവരുടെ സിമ്പിൾസ് റീഷേപ്പ് ചെയ്തുകൊണ്ടും ബ്ലെൻഡ് ചെയ്തുകൊണ്ടും എങ്ങനെയാണ് കൊളനൈസറായിട്ടുള്ള ആൾക്കാർ ഈ ഒരു എംപയറിനെ റെസിസ്റ്റ് ചെയ്യുന്നുള്ളത് എന്ന കാര്യവും ഈ ഒരു വർക്കിലൂടെ ഷോ ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് പറയുന്നുള്ളത് പോസ്റ്റ് കൊളോണിയൽ ഓതേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇന്നോവേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ഇമ്പീരിയൽ ട്രഡീഷൻസിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നോവേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ഇന്നോവേറ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത്. കനോണിക്കൽ ടെക്സ്റ്റ് റീറൈറ്റ് ചെയ്യുന്നുണ്ട്, എക്സാമ്പിൾ വൈറ്റ് സർഗാസോസി. അതുപോലെ തന്നെ മോഡേൺ ഫോംസിനൊന്നിച്ച് ഓറൽ സ്റ്റോറി ടെല്ലിങ്ങും മിത്തൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. ഹൈബ്രിഡ് ലാംഗ്വേജസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നുള്ളത്, ലോക്കൽ ഡയലക്റ്റിൻ്റെ ഒന്നിച്ച് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജും ബ്ലെൻഡ് ചെയ്തുകൊണ്ടാണ് യൂസ് ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ട്രുത്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാജിക്കൽ റിയലിസവും അലിഗറിയും പോസ്റ്റ് കൊളോണിയൽ ഓതേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. എക്കണോമിക് ആൻഡ് കൾച്ചറൽ ഇമ്പീരിയലിസം സ്റ്റിൽ പെർസിസ്റ്റഡ്, ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പ്രോമിസ് ഓഫ് ഫ്രീഡം എന്നുള്ളത് ചില സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ ഫോംസ് ഓഫ് ഒപ്രഷനിലേക്കും ന്യൂ ഫോംസ് ഓഫ് അടിച്ചമർത്തലിലേക്കും അഴിമതിയിലേക്കെല്ലാം ഈ ഒരു പ്രോമിസ് ഓഫ് ഫ്രീഡം ചില സമയത്ത് നയിക്കുന്നുള്ളത്. എൻഡ് ഓഫ് എംപയർ എന്നുള്ളത് ലിബറേഷനാണ്, അതുപോലെ തന്നെ ലോസുമാണ്. സ്വാതന്ത്ര്യമാണ്, അതുപോലെ തന്നെ നഷ്ടമാണ്. മൊമെൻ്റ് ഓഫ് ഹോപ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ഐഡൻറ്റിറ്റി ക്രൈസിസ് ആയിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഒരു ഹോപ്പ്, പ്രതീക്ഷ ഉണ്ടാകുന്നുണ്ട്, അതിനോടെന്ന് വെച്ചാൽ തന്നെ ഐഡൻറ്റിറ്റി ക്രൈസിസും ഉണ്ടാവുകയാണ് ചെയ്യുന്നുള്ളത്. പോസ്റ്റ് കൊളോണിയൽ ലിറ്ററേച്ചറിൽ ഐഡിയ ഓഫ് ഡീകോളനൈസേഷൻ ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൽ നിന്നും കൾച്ചറൽ റിവല്യൂഷനിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നുള്ളത്. അതുപോലെ തന്നെ എൻഡ് ഓഫ് എംപയർ എന്നുള്ളത് ഈസ് നോട്ട് ദ എൻഡ് ഓഫ് കൊളോണിയൽ ഇൻഫ്ലുവൻസ്. ഒരിക്കലും എൻഡ് ഓഫ് എംപയർ എന്നുള്ളത് ഈ ഒരു കൊളോണിയൽ ഇൻഫ്ലുവൻസിൻ്റെ എൻഡ് അല്ല എന്നാണ് പറയുന്നുള്ളത്. ഈ ഒരു ബാറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഏതൊക്കെ കാര്യത്തിൽ, ലാംഗ്വേജിൻ്റെ കാര്യമായിക്കോട്ടെ, ഹിസ്റ്ററീൻ്റെ കാര്യമായിക്കോട്ടെ, മെമ്മറി, ഐഡൻറ്റിറ്റി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ബാറ്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എൻഡ് ഓഫ് എംപയർ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് കൊളോണിയൽ ഇൻഫ്ലുവൻസ്. സോ ഈ ഒരു ടോപ്പിക്കിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയുന്നുള്ളത്. ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ